സർവകലാശാല പരീക്ഷകൾ സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാൻ സാങ്കേതിക സർവകലാശാലയുടെ തീരുമാനം. ചോദ്യപേപ്പർ തയ്യാറാക്കൽ മുതൽ പേപ്പർ വാല്യുവേഷൻ വരെയുള്ള മുഴുവൻ ജോലികളും ബാംഗ്ലൂർ ആസ്ഥാനമായ മെറിറ്റ് ട്രാക്ക് എന്ന സ്ഥാപനത്തെ ഏൽപ്പിച്ചുകൊണ്ട് ഉത്തരവിറങ്ങി. അതേസമയം അഴിമതി ലക്ഷ്യമിട്ടാണ് സാങ്കേതിക സർവകലാശാലയുടെ ഈ ശ്രമമെന്ന് SFI പ്രതികരിച്ചു. സാങ്കേതിക സർവകലാശാലയുടെ കീഴിലെ 154 കോളേജുകളിലായി 40,000-ലേറെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ഇവരുടെ പരീക്ഷാ നടത്തിപ്പിൻ്റെ പൂർണ്ണ ചുമതലയാണ് ബാംഗ്ലൂർ ആസ്ഥാനമായ മെറിറ്റ് ട്രാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തെ ഏൽപ്പിച്ചുകൊണ്ട് സർവകലാശാല പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ S. ഷിബു ഉത്തരവിറക്കിയത്. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് മുതൽ ഉത്തരക്കടലാസിൻ്റെ മൂല്യനിർണ്ണയം വരെ നടത്തുക മെറിറ്റ് ട്രാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരിക്കും. 9:30 ആരംഭിക്കുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ രാവിലെ 8 മണിയോടെ കോളേജ് പ്രിൻസിപ്പാളിന് സർവകലാശാലയുടെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിനായി പ്രിൻസിപ്പാളിന് ഒരു രഹസ്യ കോഡ് നൽകും. പരീക്ഷയുടെ 1.5 മണിക്കൂർ മുമ്പ് സുതാര്യതയില്ലാത്ത ഈ സംവിധാനത്തിലൂടെ ചോദ്യപേപ്പർ കൈമാറുന്നത് പരീക്ഷാ നടത്തിപ്പിൻ്റെ അന്തസത്തയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ചോദ്യപേപ്പർ എപ്രകാരമാണ് തയ്യാറാക്കുന്നതെന്നും വ്യക്തതയില്ല. 154 കോളേജുകളിലെ അധ്യാപകർ തയ്യാറാക്കുന്ന ചോദ്യക്കടലാസുകളിൽ നിന്ന് 5 എണ്ണം പരീക്ഷാ ബോർഡ് തിരഞ്ഞെടുക്കും. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ബാംഗ്ലൂർ ആസ്ഥാനമായ മെറിറ്റ് ട്രാക്ക് കമ്പനിയുടെ ചെയർമാൻ നെറ്റിൽ അപ്ലോഡ് ചെയ്യും. ഇന്ത്യയിൽ ഇതിനു മുമ്പ് 2 സർവകലാശാലകൾ ഇപ്രകാരം പരീക്ഷാ നടത്തിപ്പിന് പുറംകരാർ നൽകിയിരുന്നെങ്കിലും പരാജയപ്പെട്ടപ്പോൾ തിരുത്തി. മതിയായ മുന്നൊരുക്കങ്ങളോ കൂട്ടായ ആലോചനകളോ ഇല്ലാതെയാണ് പരീക്ഷാ നടത്തിപ്പ് ഒരു സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാൻ സാങ്കേതിക സർവകലാശാല തീരുമാനിച്ചത്. ബാംഗ്ലൂരിലെ മെറിറ്റ് ട്രാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ മേധാവിയുടെ കയ്യിലാണ് ഇനി കേരളത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം. മതിയായ കൂടിയാലോചനകളില്ലാതെയാണ് ഈ ഉട്ടോപ്യൻ പരിഷ്കാരത്തിലേക്ക് സർവകലാശാല കടന്നത്. പരീക്ഷാ നടത്തിപ്പിൻ്റെ അന്തസത്തയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഈ തീരുമാനം. S. ജീവൻകുമാർ, തിരുവനന്തപുരം.